വയനാട് വെണ്ണിയോട് റോഡിന്റെ വശം ഇടിഞ്ഞിട്ട് 1 വർഷമായിട്ടും നന്നാക്കാൻ നടപടിയില്ല. ഊട്ടുപാറ ചെന്നാലോട് റോഡിന്റെ അരികാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞു വീണത്. അപകട സാധ്യതയുള്ള സ്ഥലമായതിനാൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. റോഡ് ഇടിഞ്ഞു താഴ്ന്ന 1 വർഷമായിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയുമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വൻതോതിൽ റോഡ് സൈഡ് പുഴയിലേക്ക് ഇടിഞ്ഞതിനാൽ വെണ്ണിയോട് വലിയ പുഴ ഗതിമാറി ഒഴുകാൻ സാധ്യതയുണ്ട്. വെണ്ണിയോട് ടൗണുമായി നിരവധി ഗ്രാമങ്ങളെയും ടൗണുകളെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇടിഞ്ഞു താഴ്ന്നത്. നിരവധി സ്കൂൾ ബസ്സുകളും കടന്നുപോകുന്ന വഴിയാണിത്. ഇത് പീഡബ്ല്യൂ റോഡാണ്. കോട്ടത്തറ അതുപോലെ കൽപ്പറ്റയായിട്ട് പ്രധാനപ്പെട്ട ഒരു ബസ് റൂട്ടാണ് ഇത്. അത് ഇവിടെ അടുത്ത് തന്നെ ഒരു ഹൈസ്കൂളുണ്ട്. ഹൈസ്കൂളുകളിലേക്ക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൗണുകളിലേക്ക് മറ്റു കേന്ദ്രമായ റോഡാണ്. ഈ റോഡിന് 15 കോടി റുപ്യ ഫണ്ട് വെച്ചു. അതിന് 2 കോടി റുപ്യ ഈ പുഴ സൈഡ് കെട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളതാണ്. ഫണ്ട് അനുവദിക്കുകയും ചെയ്ത് കോൺട്രാക്ടർമാർ സാധനം ഇറക്കുകയും ചെയ്ത് അർദ്ധരാത്രിക്ക് വന്നുകൊണ്ട് കോൺട്രാക്ടർ ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ വീടിനുള്ള സാധനങ്ങൾ മെറ്റീരിയൽ സാധനങ്ങൾ അടക്കം വീട്ടിൽ കടത്തിക്കൊണ്ടുപോകാൻ ചെയ്തത്. ഈ കഴിഞ്ഞ 1 വർഷത്തോളമായി പൊട്ടിക്കിടക്കുന്ന ഈ റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഈ ടാറിംഗ് ഭാഗം പകുതിയോളം ഇവിടെ പുഴയിലേക്ക് ഇടിഞ്ഞു പോയി. ഏത് സമയവും അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള വളവിലാണ് ഇടിച്ചിലുണ്ടായിട്ടുള്ളത്. പുഴ ഭിത്തിക്കെട്ടാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഫണ്ട് വകയിരുത്തുകയും ടെൻഡർ ആവുകയും ചെയ്തു. ആവശ്യമായ മെറ്റീരിയലുകൾ കരാറുകാർ ഇറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അർദ്ധരാത്രി നാട്ടുകാർ അറിയാതെ അവയെല്ലാം ബന്ധപ്പെട്ടവർ കടത്തിക്കൊണ്ടുപോയെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജനം, വയനാട്.